ഉയർത്തുന്നു രാജീവ് ചന്ദ്രശേഖർ. 9 റൗണ്ട് പൂർത്തിയായപ്പോൾ 5945 വോട്ടുകളുടെ ലീഡാണ് നിലവിൽ നിയമത്തെ ജയിച്ചു രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം തുടക്കം തൊട്ട് ഇതുവരെയും ലീഡ് എത്ര കൂട്ടുന്നു കുറയുന്നു എന്നതിനപ്പുറം പൂട്ടി അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞു. അത് തുറക്കുന്നുണ്ട് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ. കാരണം ഇത്രയും നേരമായിട്ടും ഒരു ഘട്ടത്തിൽ പോലും വി ശിവൻകുട്ടിയോ അതല്ലെങ്കിൽ ശബരിനാഥനോ ഒന്നും ഈ ചിത്രത്തിൽ തെളിഞ്ഞതേയില്ല. പിന്നിൽ നിന്നല്ലാതെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞ് തെളിഞ്ഞിട്ടേയില്ല. അങ്ങനെ വന്ന ഒരു മുഖം അത് രാജീവ് ചന്ദ്രശേഖരന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാത്രമേ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഇറങ്ങി പണിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ തിരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഞാനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുകയും അവിടുത്തെക്കാരോട് മലയാളം പറയാൻ അറിയില്ല, മുണ്ടുകൊടുക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പാർട്ടിയെ നല്ലോണം നയിക്കാൻ പറ്റില്ല, മലയാളം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കേട്ടു രാജീവ് ചന്ദ്രശേഖർ. എന്നിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നില്ലേ BJP? അത് അവിടുത്തുകാർ കൊടുത്ത ഒരു സ്വീകാര്യതയില്ലേ? BJPക്കും ഇവിടെ ഭരിക്കണം, BJPയും കൂടെ കടന്നു വരട്ടെ, അവരും കൂടെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് കോർപ്പറേഷൻ കയ്യിൽ കൊടുത്തു. നേമത്തെ പൂട്ടിച്ച മണ്ഡലം അത് വീണ്ടും തുറക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ. BJPയുടെ 5944 വോട്ടാണ് ഇപ്പോ. നേമത്ത് അക്കൗണ്ട് തുറക്കുമ്പോഴും പൂട്ടുമ്പോഴും അവിടെ BJPക്ക് ശക്തമായ മുന്നേറ്റം നടത്താൻ വേരോട്ടം അവർ ഉറപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത് രാജീവ് ചന്ദ്രശേഖരന് തുടക്കം മുതൽ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് അദ്ദേഹം നേമത്ത് ഞാൻ മത്സരിക്കും എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ കോൺഫിഡൻസ് അത് തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ് ഈ മത്സരത്തിൽ ഉടനീളം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്യുന്നത്. തുടക്കം മുതൽ തന്നെ കൺസിസ്റ്റന്റ് ആയി അദ്ദേഹം അവിടെ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ചില ഘട്ടങ്ങളിൽ മാത്രമാണ് ഒന്ന് താഴെ പോയിരിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോഴും 9 റൗണ്ട് പൂർത്തിയാകുമ്പോൾ അദ്ദേഹം 5945 വോട്ടിന് ലീഡ് ചെയ്യുന്നു. 17 പഞ്ചായത്തുകളും BJPക്ക് കോൺഫിഡൻസ് ആയി ഇവിടെ നേമത്തുണ്ട്. 17 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് BJP ആണ്. ഒറ്റപ്പാലത്തേക്ക് വന്നാൽ അവിടെ LDF പ്രേംകുമാർ വിജയിച്ചു. 26,910 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ ഒറ്റപ്പാലത്ത് K പ്രേംകുമാർ വിജയിച്ചിരിക്കുന്നു. PK ശശിയാണ് രണ്ടാമത് എന്നുള്ളത്. അതായത് ഈ വിമതർക്കൊക്കെ ജനങ്ങൾ കൊടുത്തൊരു പിന്തുണ PK ശശിക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം എന്നുള്ളത്. അതായത് തെങ്ങിൻ തോപ്പിന് സ്ഥാനമില്ല. തെങ്ങിൻ തോപ്പിന് സ്ഥാനമില്ല. തെങ്ങിൻ തോപ്പ് കൈപ്പത്തിയായി കണ്ട് വോട്ട് ചെയ്യണമെന്നായിരുന്നു അവിടെ എത്തിയിട്ട് VD സതീശൻ ആവശ്യപ്പെട്ടത്. പക്ഷെ അത് അവിടെയുള്ള ഒറ്റപ്പാലംകാർ അതെന്തായാലും കേട്ടിട്ടില്ല, ചെവിക്കൊണ്ടിട്ടില്ല. ഈ തരംഗത്തിനിടയിലും അദ്ദേഹത്തെ പിന്തുണച്ചില്ല. കാരണം തളിപ്പറമ്പിലും പയ്യന്നൂരും വിമതർക്കൊക്കെ നിൽക്കുന്ന നിലവിൽ അമ്പലപ്പുഴയിൽ വിമതർക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. ആവോളം വോട്ട് ചെയ്തിട്ടുണ്ട്. തളിപ്പറമ്പിലേക്ക് പയ്യന്നൂരൊക്കെ 49,000 വോട്ടൊക്കെ മറിച്ച് ആ ഭൂരിപക്ഷവും കടന്ന് വോട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും ആ വിമതർക്ക് കൊടുത്ത ഈ തരംഗത്തിൽ കൊടുത്ത ഒരു പിന്തുണ ആലോചിക്കുന്നത്. അത് പക്ഷേ തീർച്ചയായും അത് പക്ഷേ ശശിക്ക് ഇതിലിപ്പോ ഈ UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ്, ധർമ്മടത്തെ സ്ഥാനാർത്ഥി റഷീദിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. പിണറായിക്കെതിരെ പറഞ്ഞ നേതാക്കൾ ആരും ധർമ്മടത്തേക്ക് വന്നില്ല. ആരെങ്കിലും വന്നിരുന്നുവെങ്കിൽ ഈ ഫലം മാറുമായിരുന്നു എന്ന് റഷീദ് പറയുന്നു. റഷീദിന്റെ ഈ പ്രസ്താവന ഒരിക്കൽ ഇപ്പം തള്ളിക്കളയാൻ പറ്റില്ല. കാരണം 7-8 റൗണ്ട് വരെ പിണറായി വിജയൻ പിന്നിലായിരുന്നു. റഷീദാണ് അവിടെ മുന്നിട്ട്. പക്ഷെ ആ പേര് ഓർത്തു വെക്കും ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. കാരണം ഈ റിസൾട്ടിന്റെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേര് ഓർത്തു വെക്കും. കാരണം അബ്ദുൾ റഷീദ് എന്നുള്ള അദ്ദേഹം മണ്ഡലം മാറിയിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഹീറോ അല്ലേ? പിന്നെ ഇത്രയധികം തീർച്ചയായും റഷീദ് ഹീറോയാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റൻ, ഇടതുപക്ഷത്തിന്റെ ക്രൈസിസ് മാനേജർ എന്ന് പറഞ്ഞ ഒരാളെ വലിയ ക്രൈസിസിലേക്ക് തള്ളിവിട്ട അബ്ദുൾ റഷീദ് ഹീറോ അല്ലാതെ മറ്റാരാണ്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ നമ്മളൊന്ന് കേൾക്കണം. തീർച്ചയായും കേൾക്കണം.